പിന്നീട് ഞങ്ങൾ പോയത് അൽകാസർ ഷോ കാണാൻ വേണ്ടിയായിരുന്നു. അവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തായ്ലൻഡിന്റെ ട്രഡീഷണൽ നൃത്തങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നൃത്ത ശേഖരമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പാട്ടുകളും കഴിയുമ്പോൾ അതാത് പാട്ടിനനുസരിച്ച് സ്റ്റേജ് പെട്ടെന്ന് റീഅറേഞ്ച് ചെയ്യുന്നതാണ്. വളരെ ഫാസ്റ്റുമായിരുന്നു. നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ 1.5 മണിക്കൂറത്തെ ഡാൻസ് പെർഫോമൻസ് എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അതിനോട് ചേർന്ന് തന്നെയുള്ള വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് പോയത്. അവിടെ വളരെ വിചിത്രങ്ങളായ ഫുഡുകൾ ഉണ്ടായിരുന്നു. മുതലയെ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ കാണുന്നത്. പാറ്റ, പല്ലി, പുഴു എല്ലാം വറുത്ത് സൈഡുകളിലാക്കി വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും വളരെ ആർത്തിയോടുകൂടി വാങ്ങി കഴിക്കുന്നതും കണ്ടു. ഈ വാക്കിംഗ് സ്ട്രീറ്റിന്റെ തന്നെ ഒരു സൈഡിലായിട്ട് ഗാനമേള പോലെ നടക്കുന്നുണ്ട് കേട്ടോ. ലൈവായിട്ടുള്ള ഗാനമേളകൾ നടക്കുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഫുഡ് സ്ട്രീറ്റ് ഉള്ളത്. ആ ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ആളുകൾ ഫുഡ് മേടിക്കുന്നു, അവിടെ ഇരുന്ന് കഴിക്കുന്നു. മദ്യപാനീയങ്ങളും എല്ലാം അവിടെ അവൈലബിൾ ആണ്. പക്ഷെ ആരും തമ്മിൽ വഴക്കോ ബഹളോ ഒന്നുമില്ല. വളരെ കാമായിട്ട് പോകുന്ന ഒരു അനുഭവമാണ് അവിടെ ഉള്ളത്. ഞങ്ങൾക്ക് അവരുടെ എണ്ണയുടെ ഒരു ഫ്ലേവർ ഇഷ്ടം കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികവും ചൂസ് ചെയ്തത് ഫ്രൂട്ട്സ് ആണ്. ഇഷ്ടം പോലെ ചക്കപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴങ്ങളും ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടത്തേക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല മധുരമൊക്കെ ആയിരുന്നു. നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ലോബ്സ്റ്റർ ഇരിക്കുന്ന കണ്ടപ്പോൾ അന്ന് അവരെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവരതിന്റെ മുകളിലേക്ക് എന്തോ ഉണക്കമീൻ വറുത്തത് പൊടിച്ചതോ എന്തൊക്കെയോ ചേർത്തുണ്ടാക്കി വന്നപ്പോഴത്തേക്കിനും അതിന്റെ രുചി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി ഏതെങ്കിലും രീതിയിൽ കഴിക്കാൻ പറ്റുമെന്ന്. സ്മെല്ല് കേട്ടതേ സച്ചുകുട്ടനെ അവിടെ നിന്ന് ഇട്ടിട്ട് ഓടി. പിന്നെ അത് അവിടെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് മറ്റെന്തെങ്കിലും കിട്ടുമോ എന്നന്വേഷിച്ച് പതുക്കെ ഒന്ന് ഇറങ്ങി. ഇഷ്ടം പോലെ മീറ്റ് ഫുഡുകൾ അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പം നമുക്ക് മീറ്റും പേടിയായതുകൊണ്ടാണ് കഴിക്കാതിരുന്നത്. പക്ഷേ മീറ്റ് നല്ലതായിരുന്നു കേട്ടോ. അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് മീറ്റിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഹണി ചിക്കൻ്റെയൊക്കെ ടേസ്റ്റിൽ പന്നിയുടെയൊക്കെ റിബ്സ് ഗ്രില്ല് ചെയ്തതുണ്ടായിരുന്നു. അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ബീഫും ചിക്കനും എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് കാണുമ്പോൾ വെളുത്തിരിക്കുമെന്ന് തോന്നുമെങ്കിലും അവർ നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളക് ചതച്ചത് ചേർത്താണ് ഇത് ഉണ്ടാക്കണേ. അപ്പം നല്ല എരിവായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ബൈ.